നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഈ സിനിമാഭിനയത്തിനൊക്കെ എതിരെ നിന്നിരുന്ന ഒരാളാണ്. മുൻപ് വേങ്ങമോളതിന് ശ്രമിച്ചപ്പോ ഞാൻ തടസ്സം നിൽക്കുകയും ചെയ്തു. പക്ഷേ കാലം നമ്മുടെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. തൊഴുത് കഴിഞ്ഞ മോളെ? കഴിഞ്ഞു അച്ഛാ. ഞാൻ പറഞ്ഞു വന്നത്, രാധിക മോള് ഉന്നതമായൊരു നിലയിലെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന്റെ മാർഗം സിനിമയാണോ അതോ മറ്റെന്തെങ്കിലും ആണോന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്തായാലും ഇതിപ്പോ എന്റെ മോളെ തേടി വന്നൊരു ഭാഗ്യമാണ്. ഇത് വേണ്ടാന്ന് വെക്കണ്ടെന്നാണ് എന്റെ തീരുമാനം. അച്ഛാ, നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരാളാണ് നിന്റെ ചേച്ചി. ചേച്ചിക്ക് വേണ്ടി ഇങ്ങനൊരു വിട്ടുവീഴ്ച മോള് ചെയ്തേ പറ്റും. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ചതിക്കുഴികൾ ഒരുപാടുള്ള സ്ഥലത്തേക്കാണ് എന്റെ മോളിപ്പോ പോകാൻ പോകുന്നത്. അവിടെ ഇവിടെ സുരക്ഷിതമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇന്ന് സിനിമയുടെ പൂജയല്ലേ. വരുൺ രാധിക മോളോടൊപ്പം ഒന്ന് പോണം. എന്തിന്? അഭിനയിക്കാൻ തീരുമാനിച്ചവർക്ക് തനിച്ച് പൊക്കൂടെ? അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് വരുണിനെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്ക് വരുണിന് വിശ്വാസമുണ്ട്. വരുണിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ എന്റെ മോക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ വരുൺ, ബുദ്ധിമുട്ടാവോ തനിക്ക്? ഇല്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അച്ഛൻ പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് വരുണിന് തോന്നിയാൽ അത് എന്നോട് തുറന്നു പറയണം. നമുക്കിത് വേണ്ടാന്ന് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അച്ഛാ, വരുണിന് ചിലപ്പോ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും. ഞാൻ വേണമെങ്കിൽ തനിച്ച് പോയിക്കോളാം. വേണ്ട, വരുൺ വരൂ. എങ്കിൽ പിന്നെ സമയമായില്ലേ, നിങ്ങൾ പുറപ്പെടാൻ നോക്കുക. രാധിക വരും. പ്രിയങ്ക, താൻ വലിയ വലിയ ആളുകളെ കൊണ്ടുപോക്കാം. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോയിക്കോളാം. വരൂ. പോയിട്ട് വാ മോളെ. അച്ഛന് സന്തോഷായില്ലേ? പക്ഷെ അച്ഛൻ ഒന്ന് ഓർത്തോ, സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അനുഗ്രഹിച്ച് യാത്രയാക്കിയില്ലേ, അത് പൂർത്തിയാവില്ല. കാരണം എന്റെ ചങ്ങി കുത്തിയ യാത്ര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.